മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന കേരളത്തിന്റെ കുംഭമേള ഇന്ന് സമാപിക്കും. രാവിലെ അമൃതസ്നാനത്തോടെ ആരംഭിക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ അവസാന ദിനം നിള ആരതിയോടെയാണ് സമാപിക്കുക. ഇന്നലെയും കുംഭമേളയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. മകം നക്ഷത്രം, ദ്വിതീയ തിഥി എന്നീ അത്യന്തം ശുഭയോഗങ്ങളോടെയാണ് മഹാമാഘത്തിന് സമാപനം കുറിക്കുന്നത്. സമാപന ദിനത്തിലെ പ്രധാന ആചാരമായി മഹാമാഘം അമൃതസ്നാനം രാവിലെ 8 മണിക്ക് ആരതിഘാട്ടിൽ നടക്കും. മഹാമാഘ മഹോത്സവത്തിലെ ഏറ്റവും വിശുദ്ധമായ ആചാരങ്ങളിലൊന്നായ അമൃതസ്നാനത്തിൽ നാഗസന്യാസി വര്യന്മാർ ഉൾപ്പെടെയുള്ള സന്യാസിമാരും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പങ്കുചേരും. ഹിന്ദു പുരാണ പരമ്പരകളനുസരിച്ച് അമൃതസ്നാനം ആത്മശുദ്ധിയെയും അമരത്വ സാധനയെയും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ദിവ്യയോഗത്തിൽ നടത്തുന്ന പുണ്യസ്നാനം പാപമുക്തി നൽകുകയും ജന്മമരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിന് വഴിയൊരുക്കുകയും ആത്മീയ ഉണർവിലേക്കുള്ള യാത്ര സഫലമാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അമൃതസ്നാനത്തിന് ശേഷം യതി പൂജ നടക്കും. തുടർന്ന് ഭണ്ഡാര എന്ന വിശിഷ്ട ആചാരവും നടക്കും. സന്യാസി വര്യന്മാർക്ക് സമൃദ്ധമായ അന്നദാനം നടത്തുന്ന ഈ ചടങ്ങിന് വലിയ ആത്മീയ പ്രാധാന്യമുണ്ട്. തുടർന്ന് വൈകിട്ട് നടക്കുന്ന നിള ആരതിയോടെയാണ് മഹാമാഘ മഹോത്സവം ഔപചാരികമായി സമാപിക്കുക. കുംഭമേള സമാപിക്കുന്നതോടെ തിരുനാവായയിലെ ഭാരതപ്പുഴ തീരം ആത്മീയ ഉണർവിൻ്റെയും സമൂഹ ധാർമ്മിക ബോധത്തിൻ്റെയും സാക്ഷിയായി മാറുമെന്ന് സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അറിയിച്ചു. ജനം, തിരുനാവായ.